ഏവർക്കും സ്നേഹവന്ദനം. ഈ ലോകത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവാണ്. പല ആളുകളും യേശുക്രിസ്തു ഒരിക്കൽ വന്നത് എന്തിനു വേണ്ടിയിട്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ് യേശുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് അഥവാ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ വിശ്വസിക്കുന്നതും യേശുക്രിസ്തു രണ്ടാമത് വരും എന്നുള്ളതാണ്. ഈവൻ മുസ്ലിം സഹോദരങ്ങൾ പോലും യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് അവരുടെ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കറിയാം. പലപ്പോഴും അവർ മനസ്സിലാക്കിയിരിക്കുന്നത് യേശു വരുന്നത് കുരിശുടയ്ക്കാനും പന്നിയെ കൊല്ലുവാനും എന്നുള്ള അത്തരം ഒരു തെറ്റായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ യേശുവിന്റെ രണ്ടാമത്തെ വരവ് ഒന്നാമത്തെ വരവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒന്നാമത്തെ വരവ് എന്ന് പറയുന്നത് മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിച്ച് ദൈവരാജ്യത്തിന് യോഗ്യരാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ മർത്യ ശരീരവുമായിട്ട് അല്ലെങ്കിൽ പാപം ചെയ്ത ശരീരവുമായി പാപത്തിന്റെ അവസ്ഥയുമായി നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയില്ല. അതിനൊരു പരിഹാരം വരുത്തി ദൈവ മക്കളെന്നുള്ള നിലവാരത്തിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം നമുക്ക് അവകാശമായി ലഭിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മളെ ദൈവം വില കൊടുത്ത് വാങ്ങി. എങ്ങനെയാണ്? യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ ബലിയിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായിട്ട് പാപമോചനം തരുന്നു. അതിന് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒരു വ്യത്യാസവുമില്ല. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, പ്രത്യേകിച്ച് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല. ഇവിടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് യേശുക്രിസ്തു ക്രിസ്ത്യാനിറ്റിയുടെ ഒക്കെ വാക്താവാണ് എന്നുള്ളത്. അങ്ങനെയല്ല, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളുകളാണ് ക്രിസ്ത്യാനി, ക്രിസ്തുവിന്റെ അനുയായി എന്നറിയപ്പെടുന്നത്. യേശുക്രിസ്തു മതമല്ല സ്ഥാപിച്ചത്, യേശു സ്ഥാപിച്ചത് സഭയാണ്. സഭ, എക്ലിസ്യ, എക് കലയെ എന്ന് പറയുന്ന രണ്ട് ക്രിയാപദങ്ങളെ ചേർത്തുകൊണ്ടാണ് എക്ലിസ്യ എന്ന് വന്നിരിക്കുന്നത്. കോൾഡ് ഔട്ട് ഫ്രം എമംഗ് ദം, പ്രത്യേകമായ ഉദ്ദേശത്തോടുകൂടെ ഒരു സമൂഹത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ ഗണത്തിനെയാണ് സഭ അല്ലെങ്കിൽ എക്ലിസ്യ എന്ന് പറയുന്നത്. അപ്പൊ ആ സഭ കർത്താവിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ഒരു കാര്യമാണ്. ആ സഭ എന്ന് പറയുന്നത് മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവത്തിന് റിച്വൽസുമായിട്ട് ഒരു ബന്ധവുമില്ല. മനുഷ്യരെ ഉരുവാക്കുന്ന ഒരുപാട് റിച്വൽസിലാണ് മതം ഒളിഞ്ഞു കിടക്കുന്നത്, അല്ലെങ്കിൽ മതത്തിലാണ് റിച്വൽസ് കിടക്കുന്നത്. ദൈവത്തിന് റിച്വൽസ് ഇല്ല. ദൈവത്തിന് വിശ്വാസത്താലുള്ള നീതീകരണമാണ് നൽകിത്തരുന്നത്. മനുഷ്യവർഗത്തിന് യേശുക്രിസ്തുവിലുള്ള കാൽവരി കുരിശിലെ മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ മക്കളായി തീരാൻ കഴിയുമെന്നുള്ള വലിയ ഒരു സന്ദേശമാണ് യേശുവിന്റെ ഒന്നാമത്തെ വരവ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ചുരുക്കമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, യേശുവിന്റെ ഒന്നാമത്തെ വരവ് സംബന്ധിച്ചുള്ള നമ്മുടെ വിശ്വാസ സംഹിതകൾ അത് വ്യക്തമായി മനസ്സിലാക്കിയാൽ രണ്ടാമത്തെ കാര്യം അതിനോട് ചേർന്ന് കിടക്കുന്നത് യേശുക്രിസ്തു വീണ്ടും വരുമെന്നുള്ളതാണ്. യേശുവിന്റെ വരവിനെ കുറിച്ചാണ് വേദപുസ്തകത്തിലെ തനാക്ക് മുതൽ വെളിപാട് വരെ ഉള്ള എല്ലാ ഭാഗങ്ങളിലും പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിലും പഴയ നിയമ പുസ്തകങ്ങളിലും യേശുവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പല ഭാഗങ്ങളും വായിക്കാൻ കഴിയും. യേശുക്രിസ്തു വരുന്നുവല്ലോ, അവൻ ഭൂമിയെ ന്യായം വിധിക്കാൻ വരുന്നു, ജാതികളെ നേരോടെ വിധിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് സങ്കീർത്തനത്തിൽ പറയുന്നതാണ്. തനാക്കിലുള്ള ഒരു ഭാഗമായ സങ്കീർത്തനത്തിൽ അവിടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. കെത്തൂബ്യത്തിലാണ് അത് പറയുന്നത്. അപ്പം നമ്മൾ ഓർക്കണം, യേശു വീണ്ടും വരുമെന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പല ആളുകളും പല തരത്തിലുള്ള ആശയ തെറ്റിദ്ധാരണകളാൽ യേശുവിന്റെ വരവിനെ വളരെ തുച്ഛീകരിച്ച് കാണുന്നു, അല്ലെങ്കിൽ അതിനെ വളരെ കേവലമായി കാണുന്നു. അങ്ങനെയല്ല. ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെന്ന് പറയുന്നത് അവൻ മനുഷ്യവർഗത്തെ നീതിയോടുകൂടെ ന്യായം വിധിക്കുവാൻ മാത്രമല്ല, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗീയമായിട്ടുള്ള ജീവിതം നൽകി കൊടുക്കുവാനും കൂടെ വരുന്നതാണ്. അപ്പോൾ പല ആളുകളും എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, പ്രത്യേകിച്ച് ഹൈന്ദവ സഹോദരങ്ങൾ ചോദിക്കുന്ന, ക്രിസ്തു ജാതം ചെയ്യുന്നതിന് മുമ്പ് മരിച്ച ആളുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു? അവർ സ്വർഗത്തിൽ പോകുകയില്ലേ? ഒരു കാര്യം നമ്മൾ ഓർക്കണം, ദൈവ വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ തലമുറകളിലും മനുഷ്യനുണ്ടായിരുന്നു. അവരവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് ദൈവത്തെ കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ദൈവം തന്നെത്താൻ അവർക്ക് ബോധ്യമാക്കി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരെ കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് ചേർക്കണമോ വേണ്ടയോ എന്നൊക്കെ നിശ്ചയിക്കുന്നത് നമ്മളല്ല. അത് കർത്താവിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. എന്നാൽ ക്രിസ്തുവിൽ
ലോകത്തിലേക്ക് വ്യക്തമായി തൻ്റെ പ്രവേശനത്തിൽ കൂടെ നമ്മളെ എല്ലാം തൻ്റെ മക്കളാക്കി തീർക്കാൻ ശ്രമിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്താലുള്ള ഒരു നീതീകരണം തരികയാണ്. അത് വിശ്വാസത്താലാണ്, നമ്മുടെ പ്രവൃത്തികളൊന്നല്ല. നമ്മൾ നന്മ പ്രവർത്തിക്കാൻ വേണ്ടി, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം വരികയും അങ്ങനെ നമ്മൾ ദൈവമക്കളായി തീരുകയും ചെയ്യുമ്പോൾ പിന്നീട് നീതി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായി നിലനിൽക്കുന്നത്. അപ്പൊ ആ ഒരു അനുഭവത്തിൽ ജീവിക്കാൻ തക്കവണ്ണം നമുക്കിടയായി തീരുമ്പോഴാണ് ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത, അല്ലെങ്കിൽ കർത്താവ് വീണ്ടും വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ക്രിസ്തു വീണ്ടും വരുന്നത്? പല ആളുകളും, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരങ്ങളൊക്കെ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് വരുന്നത് കുരിശുടയ്ക്കാനോ പന്നിയെ തകർക്കാനോ അല്ലെങ്കിൽ പന്നിയെ കൊല്ലാനോ അല്ല. കർത്താവ് വരുന്നത് തന്നിൽ വിശ്വസിക്കുന്നവരെ തൻ്റെ രാജ്യത്തിലേക്ക് ചേർക്കുവാനായിട്ടാണ്. അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് വളരെ സംക്ഷിപ്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്തുവിന്റെ വരവ് കൊണ്ട് ലോകത്തിന് സംഭവിച്ചതായിട്ടുള്ള നേട്ടമെന്ത്? ഒന്ന്, നമുക്കെല്ലാവർക്കും സഹോദരങ്ങളായി തീരാൻ തക്കവണ്ണം, ദൈവ മക്കൾ എന്നുള്ള പദവി ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അത് വിശ്വാസത്താലാണ്. നമ്മൾ എന്തെങ്കിലും കൂദാശ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ മരണ പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു നീതീകരണമാണ്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ദൈവമക്കളായി തീർന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് ബൈബിൾ വീണ്ടും പറയുകയാണ്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം അങ്ങനെ തന്നെ ആവുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് അത് പറയുകയാണ്. അങ്ങനെ നമ്മൾ ദൈവമക്കളായി തീർന്നു കഴിഞ്ഞാൽ ഈ ദൈവമക്കളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടാണ് ദൈവരാജ്യത്തിലേക്ക് മറ്റുള്ളവരെ കൂടെ ആകർഷിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഈ സുവിശേഷം സകല മനുഷ്യർക്കും സാക്ഷ്യത്തിനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചും ഭാവി കാല സംഭവങ്ങളെ കുറിച്ചും വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തു വീണ്ടും വരും എന്നുള്ളതിനെ കുറിച്ചുള്ള, അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചുള്ള എല്ലാ തെളിവുകളും കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കാത്തത് കൊണ്ടും പഠിക്കാത്തതുകൊണ്ടും മനസ്സിലാക്കാത്തതുകൊണ്ടും പല ആളുകളും ഈ ലോകമാണ് അവരുടെ എല്ലാം എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അങ്ങനല്ല പ്രിയമുള്ളവരെ, ഇതിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് തന്റെ വരവിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് അവിടെ ഉണ്ടായിരുന്ന പരീശയന്മാരോടും സാദൂക്യരോടും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോടും തന്റെ ശിഷ്യന്മാരോടും ഒക്കെ ദൈവരാജ്യത്തെക്കുറിച്ച് വളരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. 22-23 അധ്യായങ്ങളിൽ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ആ യെരുശലേം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുവാനായിട്ട് ശ്രമിക്കുകയാണ്. ആ സമയത്ത് യെരുശലേം ദേവാലയത്തിൽ നിന്ന് അവസാനമായിട്ട് കർത്താവ് ഇറങ്ങുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കണം. ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് യേശുവിനെ മനോഹരമായിട്ടുള്ള ആ ദേവാലയ പണികളെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ 1 സഹസ്രാബ്ദം മുമ്പ്, ഈ സംഭവം നടക്കുന്നതിന് 1 സഹസ്രാബ്ദം മുമ്പ് യേശുവിന്റെ കൽപ്പന പ്രകാരം, അല്ലെങ്കിൽ യേശു കർത്താവ് ഡിസൈൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ദാവീദിന്റെ മകനായ സോളമോൻ പണിത മനോഹരമായ ഒരു ദേവാലയം ഉണ്ടായിരുന്നു. ആ ദേവാലയത്തെയാണ് അവിടെ ചില നശീകരണങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചിട്ട് അതിനെല്ലാം പുതുക്കി പണിതു. അതിനുശേഷം ഹെരോദ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന വ്യക്തി രണ്ടാമത്തെ ദേവാലയം പണിതു, മനോഹരമായിട്ട് കുറച്ചും കൂടെ വിസ്താരത്തിലൊക്കെ അത് പണിതു. അപ്പം ശലോമോൻ ഈ ദേവാലയം പണിതപ്പോൾ അതിനകത്തെ ഓരോ കല്ലുകളും വളരെ സൂക്ഷ്മമായി തന്നെയാണ് വെച്ചത്. പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടും വിലപിടിപ്പുള്ള രക്തങ്ങൾ കൊണ്ടൊക്കെ ആവരണം ചെയ്തുകൊണ്ടാണ് ആ ദേവാലയം ഉണ്ടാക്കിയിരുന്നത്. അത്ര മനോഹരമായിട്ടാണ് ആ ദേവാലയം. അതുകൊണ്ട് തന്നെ യഹൂദനെ സംബന്ധിച്ച് ഈ ദേവാലയം എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു അഭിമാന സ്തംഭമാണ്. നമ്മൾ പറയുമല്ലോ, കേരളം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അഭിമാനപൂരിതരാകണമെന്ന്. ആ മലയാളി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു അഭിമാനം അല്ലെ. അതേപോലെ തന്നെ യഹൂദന്മാർക്ക് അത് വലിയൊരു അഭിമാനമാണ് അവരുടെ ദേവാലയം എന്ന് പറയുന്നത്. അപ്പൊ ആ ദേവാലയത്തിൽ പണികളെ ശിഷ്യന്മാർ കാണിച്ചു കൊടുക്കുക. ഇതിന്റെ ശില്പി എന്ന് പറയുന്നത് ശലോമോനാണ് പണിതിച്ചെങ്കിലും ശലോമോന ബുദ്ധിയും ജ്ഞാനവും അത് പണിയാനുള്ള എല്ലാ ആകൃതിയും അതിന്റെ രൂപങ്ങളും ഒക്കെ ദൈവം തമ്പുരാൻ തന്നെയാണ് ഇതെല്ലാം കൊടുത്തത്. കർത്താവ് തമ്പുരാൻ തന്നെയാണ് ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തത്. അതിനുള്ള ആലോചനയൊക്കെ കർത്താവ് തമ്പുരാനാണ് കൊടുത്തത്. അങ്ങനെയുള്ള ആ ദേവാലയ പണി കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുക,
പറയുകയാണ്, നിങ്ങൾ കാണുന്നില്ലേ, സ്ലീഹന്മാരോട് പറയുകയാണ്, നിങ്ങൾ കാണുന്നില്ലേ ഈ കല്ല്, ഒരു കല്ല് മറ്റൊരു കല്ലിന്മേൽ ശേഷിക്കാതെ വണ്ണം അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. ഒരു കല്ല് മറ്റൊരു കല്ലിൽ ശേഷിക്കുകയില്ല. അത് ഈശോ തമ്പുരാൻ പറഞ്ഞാണ്. നമ്മൾ ഒരു കാര്യം ഇതിനോട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ക്രിസ്തുവിനെ കൂടാതെ പടുത്തുയർത്തുന്ന എന്തായിരുന്നാലും, അത് എത്ര വലിയ കെട്ടിടങ്ങളായിരുന്നാലും, അതെല്ലാം ലോകത്തിൽ ക്രിസ്തുവിനോട് കൂടെ ആണെങ്കിൽ പോലും ആ കെട്ടിടങ്ങളെല്ലാം നശ്വരമാണ്, നശിച്ചു പോകും. അതുകൊണ്ട് കർത്താവ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ദേവാലയത്തിനകത്തിരിക്കാനായിട്ടല്ല എന്നുള്ള വലിയൊരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. പിന്നെ എവിടെയാ കർത്താവ് തമ്പുരാൻ വസിക്കാൻ ആഗ്രഹിക്കുന്നത്? കർത്താവ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത് തന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ഹൃദയത്തിൽ വസിക്കുവാനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ, നമ്മള് മനോഹരമായ ഒരു പാട്ട് പണ്ട് പാടി കേട്ടിട്ടുണ്ടല്ലോ, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പോയി, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ. പിന്നെ എവിടെയാണ്? ഹൃദയത്തിലാണ് വസിക്കുന്നത്. അതെ, അതാണ് കർത്താവ് തമ്പുരാൻ വളരെ കൃത്യമായിട്ട് തന്റെ സ്ലീഹന്മാരോട് പറയുന്നത്. ഈ ദൈവാലയത്തിലല്ല ഞാൻ വാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഹൃദയമാകുന്ന ദൈവാലയത്തിലാണ്. പ്രിയമുള്ളവരെ, ദൈവം തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ തക്കൊണ്ട് നമ്മൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം, അനുഗ്രഹം എത്ര വലുതായിരിക്കും, എത്ര സന്തോഷകരമായിരിക്കും, അല്ലേ? അതല്ലേ നമുക്ക് വേണ്ടുന്നത്. കർത്താവ് തമ്പുരാൻ അതാണ് പറയുന്നത്, നമ്മൾ ഓരോരുത്തരും അവന്റെ ദൈവാലയങ്ങളായിട്ട് മാറണം. കല്ലുകൊണ്ട് പണിതോ മണ്ണുകൊണ്ട് പണിതോ അല്ലെങ്കിൽ വലിയ പൊന്നുകൊണ്ട് പണിയുന്നതോ, അതിന് എത്ര ഉയരമുണ്ടെന്നോ എത്ര ആഴമുണ്ടെന്നോ അതൊന്നും ദൈവം തമ്പുരാന് ഒരു വിഷയമേ അല്ല. അതൊക്കെ ദൈവത്തെ കൂടാതെ മനുഷ്യൻ സങ്കല്പിച്ചുണ്ടാക്കിയിരിക്കുന്ന തങ്ങളുടെ ബുദ്ധിയിൽ നിന്ന് രൂപപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത് കൈപ്പണിയല്ലാത്ത കെട്ടിടങ്ങളിലാണ് അവൻ വസിക്കുന്നത്. കൈപ്പണിയായ കെട്ടിടങ്ങളിൽ അവൻ വാസം ചെയ്യുന്നില്ലെന്ന് പൗലോസ് വളരെ കൃത്യമായിട്ട് അപ്പോസ്തല നടപടികളുടെ പുസ്തകത്തിൽ പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ട് കെട്ടിടങ്ങളിലല്ല നമ്മുടെ ശ്രദ്ധ വേണ്ടുന്നത്, നമ്മളിൽ തന്നെയാണ്. കാരണം നമ്മളാണ് ജീവനുള്ള ദൈവത്തിന്റെ ആലയം. കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യവും 6-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? വീണ്ടും കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നു. അപ്പൊ നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ ആലയം. അപ്പൊ ഈ ആലയത്തെ ആർക്കും നശിപ്പിക്കാൻ കഴിയുകയില്ല. കാരണം ഇത് കർത്താവിനാൽ നമ്മളിൽ പണിയപ്പെടുകയും നമ്മളിൽ വസിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ഓരോരുത്തരുടെ ശരീരം. അങ്ങനെ വരുമ്പോഴേ ദൈവരാജ്യത്തിന് നമ്മളെ പ്രയോജനമുള്ളവരും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുമുള്ളൂ. അങ്ങനെയുള്ള നമ്മളെ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കുവാനായിട്ടാണ് ഈശോ തമ്പുരാൻ വരുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, കർത്താവ് തമ്പുരാന് മതമില്ല, ജാതിയില്ല, വർഗമില്ല, വർണ്ണവ്യത്യാസമില്ല. എല്ലാവരെയും അവൻ സ്നേഹിക്കുന്നു. കാരണം എല്ലാവരും അവന്റെ സൃഷ്ടിയാണ്. കർത്താവ് തമ്പുരാന്റെ സൃഷ്ടികളാണ്. അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മളെ കർത്താവ് തമ്പുരാൻ വീണ്ടും വന്ന് തന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ കൊണ്ടുപോകണമെന്നതിന് മുമ്പായിട്ട് കർത്താവ് തമ്പുരാന്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? ഈ മനോഹരമായ ദേവാലയ പണിയെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് ഒലിവുമലയിൽ ഇരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നു, എപ്പോഴാണ് ഈ ഇടിഞ്ഞു പൊളിയുന്നത്? രണ്ടാമത്, എപ്പോഴാണ് അങ്ങയുടെ വരവ് സംഭവിക്കുക? എപ്പോഴാണ് ലോകം അവസാനിക്കുന്നത്? ഈ 3 ചോദ്യങ്ങൾ, ആ 3 ചോദ്യങ്ങളും വിശദമായിട്ടുള്ള ഉത്തരം യേശു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് പ്രവേശിക്കണം. നിങ്ങൾക്ക് പ്രയോജനകരമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹിതരുമായിട്ട് പങ്കുവെക്കുക. ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ കൂടി നിങ്ങൾ കാണണം. മാത്രമല്ല, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവുണ്ടായിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമേ എന്ന അഭ്യർത്ഥനയോടെ 2-3 ഭാഗങ്ങളിലേക്ക് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.